നമ്മുടെ നാടിന് ഇതെന്തു പറ്റി? മനുഷ്യത്വം മരവിച്ചു പോയോ? കഴിഞ്ഞ ദിവസത്തോടെ മനുഷ്യത്വത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വീണു. മലയാളികളുടെ കണ്ണില്ലാ ക്രൂരതയിൽ ബലിയാടായി വീണ്ടും ഒരു അതിഥി തൊഴിലാളി. കണ്ണൂരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട അതിഥി തൊഴിലാളിയാണ് മരണപ്പെട്ടത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മരിച്ചു വീഴുന്ന അതിഥി തൊഴിലാളികളുടെ കണക്ക് അത്ര ചെറുതൊന്നുമല്ല. ഓരോ അതിഥി തൊഴിലാളികളുടെയും മരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മലയാളികളും. ഇത്രയും അധംപതിച്ചു പോയോ മലയാളികൾ? ജില്ലാ ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത രോഗിയാണ് തൊട്ടടുത്തുള്ള ആശുപത്രി ബസ് സ്റ്റാൻഡിന് സമീപം കുഴഞ്ഞു വീണ് മരിച്ചത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കാലിനുണ്ടായ പൊട്ടലിനെ തുടർന്ന് അവശനിലയിലായിരുന്ന അദ്ദേഹം മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. എന്നാൽ ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. ആംബുലൻസിനെ വിളിച്ചു വരുത്തിയിരുന്നെങ്കിലും കൂട്ടിരിപ്പുകാരില്ലാത്തത് കാരണം രോഗിയെ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചു. അതോടെ ഗത്യന്തരമില്ലാതെ അതിഥി തൊഴിലാളി തിരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് മടങ്ങിയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തയാളെ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കില്ലെന്ന് സുരക്ഷാ ജീവനക്കാരും പോലീസുകാരും പറഞ്ഞു. ചക്ര കസേരയിൽ നിന്ന് ഇയാളെ അവർ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടു. വൈകിട്ട് 4:30 ആശുപത്രിക്ക് പുറത്തിറങ്ങി നടന്ന ഇയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സദാചാരികൾ ഒഴികെയുള്ളവർക്ക്, മനസാക്ഷി എന്തെന്നറിയാത്തവർ ഒഴികെയുള്ളവർക്ക് ഇന്നും അട്ടപ്പാടിയിലെ മധു ഒരു ഉണങ്ങാത്ത മുറിവ് തന്നെയാണ്. 2018 ഫെബ്രുവരി 22 രാവിലെ 27-കാരനായ മധുവിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ ദുഃഖം കേരളത്തിന്റെ ആകെ നോവായി. അട്ടപ്പാടി മൂക്കാലിക്കടുത്ത് കടുകുമണ്ണ ആദിവാസി ഊരിലെ മധു എന്ന യുവാവിനായി അന്ന് കേരളം കണ്ണീർ പൊഴിച്ചു. അന്ന് ആ യുവാവ് മോഷ്ടിച്ചത് സ്വർണമോ പണമോ മനുഷ്യജീവനോ ആയിരുന്നില്ല. വിശപ്പ് മാറ്റാൻ ഒരു ഇത്തിരി ഭക്ഷണമായിരുന്നു. ഭക്ഷണം മോഷ്ടിച്ചതിന് അതിക്രൂരമായാണ് ആൾക്കൂട്ടം ആ മനുഷ്യനെ തല്ലിക്കൊന്നത്. ആ മുറിവ് ഉണങ്ങും മുൻപെയാണ് ആൾക്കൂട്ടം വീണ്ടും ഒരു ജീവന് വിധിയെഴുതിയത്. വർഷം 5 കഴിഞ്ഞപ്പോൾ കിഴിശ്ശേരിയിൽ മറ്റൊരു സഹോദരനെ കൂടി നമുക്ക് നഷ്ടമായി. അന്ന് വീണ കണ്ണീരിന് സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കും ഷെയറും വാരിക്കൂട്ടിയവർ സമാനമായ കേസിൽ പോലീസ് പിടിയിലായി. മലപ്പുറം കിഴിശ്ശേരിയിൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയായത് ബീഹാറിൽ നിന്നുള്ള രാജേഷ് മഞ്ചിയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡരികിലെ വീട്ടു പരിസരത്ത് നിന്ന രാജേഷിനെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം അവനെ ചോദ്യം ചെയ്യുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഒരിക്കൽ പോക്കറ്റടി ആരോപിച്ച് ബസ് യാത്രികനെ തല്ലിക്കൊന്നതും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. മാസങ്ങൾ മുൻപാണ് മൂവാറ്റുപുഴയിൽ ജോലിക്കെത്തിയ അതിഥി തൊഴിലാളിയായ അശോക് ദാസ് ആൾക്കൂട്ട വിചാരണയ്ക്കിടയിൽ കൊല്ലപ്പെട്ടത്. വാളകം കവലയ്ക്ക് സമീപം 2 സ്ത്രീകൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ അശോക് ദാസ് ഇവിടെ വെച്ച് അക്രമാസക്തനായി. അലമാരയുടെ ചില്ല് ഇടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് കൈമുറിഞ്ഞ് രക്തമൊഴുകിക്കൊണ്ട് റോഡിലെത്തിയ ഇയാളെ നാട്ടുകാർ ചോദ്യം ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി റോഡരികിലെ ഇരുമ്പുകാലിൽ കെട്ടിയിട്ടു. ഇതിനിടെയാണ് മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നടന്നത്. രാത്രി 11 മണിയോടെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. അതിഥി തൊഴിലാളികളായ രാജേഷിനെയും അശോക് ദാസിനെയും ആദിവാസിയായ മധുവിനെയും ക്രൂരമായി തല്ലിക്കൊന്നിട്ടും നീതി കിട്ടിയില്ലെന്ന് ഉറപ്പായി. അതാണ് വീണ്ടും ഒരു അതിഥി തൊഴിലാളിയുടെ മരണവാർത്ത കേട്ട് കേരളം ഉണർന്നത്. ഗവൺമെന്റ് ആശുപത്രികളിൽ പോലും ഒരു അതിഥി തൊഴിലാളിക്ക് ചികിത്സ നൽകുന്നില്ല. ഒരാളുടെ നിറവും ജാതിയും മതവും രൂപവും നോക്കി എങ്ങനെയാണ് ആളുകളെ വിലയിരുത്തുന്നത്? ചികിത്സ നിഷേധിക്കാൻ മാത്രം ആ പാവം എന്ത് തെറ്റു ചെയ്തു? കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണോ അവനിൽ നിങ്ങൾ കണ്ട തെറ്റ്? ചുട്ടുപൊള്ളുന്ന വെയിലിൽ താങ്ങാനൊരു തോളില്ലാതെ ആ പാവം എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും. അവന്റെ ജാതിയും മതവും നിറവും വസ്ത്രധാരണവും നോക്കി അവനെ വിലയിരുത്തുന്നതിന് മുൻപേ അവനൊരു മനുഷ്യനാണെന്ന പരിഗണന നൽകാമായിരുന്നു. നിങ്ങൾ ചികിത്സ നിഷേധിച്ചപ്പോൾ മരിച്ചു വീണത് അതിഥി തൊഴിലാളിയല്ല, മനുഷ്യനാണ്. മരവിച്ചത് നിങ്ങളിലെ മനുഷ്യത്വമാണ്. അവനും ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി കേരളത്തിലേക്ക് അതിഥിയായി എത്തിയവൻ. പീഡിപ്പിക്കുന്നവനെയും പിടിച്ചു പറിക്കുന്നവനെയും കുത്തിക്കൊല്ലുന്നവനെയും പന പോലെ വളർത്താനും പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ളവനെ ചാകുവോളം തല്ലിക്കൊല്ലാനും മാത്രമേ മലയാളികൾക്ക് കഴിയുകയുള്ളൂ. ഇത്രയും നാണം കെട്ട മനുഷ്യരെ കേരളത്തിലല്ലാതെ വേറെ എവിടെ കാണാനാകും? മധുവിനും രാജേഷ് മാഞ്ചിക്കും അശോക് ദാസിനുമൊപ്പം ഇയാളുടെ പേരും എഴുതി ചേർക്കപ്പെടും. നാളെ ഈ ലിസ്റ്റിലേക്ക് ചേർക്കാൻ മലയാളികൾ നമുക്ക് മറ്റൊരാളെ തരും.
ഉറപ്പാണ്, കാരണം ഇത് കേരളമാണ്.